ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MTV's മീഡിയ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത്, നമ്മുടെ ബോഡി എല്ലാം കൂടി കൺസിഡർ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ വരാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ അതിനുള്ള വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ വെർട്ടിക്കലായിട്ടാണ് വീഡിയോ എടുത്തത്. ഇത് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാല് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും ഞാൻ പരമാവധി അതിൻ്റെ എല്ലാം പറഞ്ഞ് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ഡയറ്റ് എടുക്കുന്നവരുണ്ട്, നല്ല ഹെൽത്തിന് വേണ്ടി ഡയറ്റ് എടുക്കുന്നവരുണ്ട്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ ഓർത്ത് അതിനും കൂടി ആരോഗ്യം നോക്കണമല്ലോ എന്ന് ആലോചിച്ച് ഡയറ്റ് എടുക്കുന്നവരുണ്ട്. പിന്നെ മസിൽസ് വരാൻ വേണ്ടി ഡയറ്റ് എടുക്കുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ലേഡീസിനായാലും ആർക്ക് വേണമെങ്കിലും ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ എക്സസൈസ് ഒരു ദിവസം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ തിക്കും തിരക്കുള്ള ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇത് ചെയ്യാൻ മറന്നു പോകാറുണ്ട് പൊതുവെ. അപ്പോൾ ഇതിന് നമ്മൾ എപ്പോഴും ഒരു ടൈം ഫിക്സ് ചെയ്യുക. നമ്മുടെ ഏതെങ്കിലും ടൈം, നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ഏതെങ്കിലും ടൈം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ അതിലേക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറുള്ളൂ. ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 90 ആണ് എൻ്റെ വെയിറ്റ് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ ഞാൻ അതൊരു 83 വരെ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ അത് വീണ്ടും ഇൻക്രീസ് ആയിപ്പോയി. അപ്പോൾ ഇനി അത് വിട്ടുപോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല. മാക്സിമം നമ്മളത് കുറയ്ക്കാനായിട്ട് നോക്കും. എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ എൻ്റെ വെയിറ്റ് 100 കിലോ ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ 90 എത്തിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 80, പിന്നെ 72 വരേക്ക് എനിക്ക് പോകണം. എൻ്റെ BMI 72 ആണ്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ വരാൻ വേണ്ടി, ഞാൻ വരാൻ വേണ്ടി ഞാൻ എൻ്റെ എക്സസൈസുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കണം. നിങ്ങൾ വരണം. ഡെയിലി വർക്കൗട്ട് ചെയ്യണം. വീട്ടിൽ തന്നെ ചെയ്താൽ മതി. നമ്മൾ എങ്ങോട്ടും പോകണ്ട, പൈസ ഒന്നും ചിലവാക്കി നിങ്ങൾ ഒരു പരിപാടിക്കും പോകണ്ട. എൻ്റെ കയ്യിൽ അടിപൊളി ഡയറ്റ് പ്ലാൻ ഉണ്ട്, എല്ലാം സൂപ്പറാണ്. നമുക്ക് ഒരു ചിലവില്ല. അത്യാവശ്യം വലിയ എക്സസൈസുകളൊന്നും തന്നെ ചെയ്യണ്ട, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടവരൊക്കെ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ ഇന്റേണൽ മസിൽസിനെയും നമ്മളൊന്ന് റിലാക്സേഷൻ ചെയ്യണം. നമുക്കൊന്ന് വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മെയിൻ എക്സസൈസുകളിലേക്ക് ഒന്ന് പോകാൻ പാടുള്ളൂ. അത് ജമ്പിങ് ജാക്സ് ആണെങ്കിലും, സിറ്റപ്പ് ആണെങ്കിലും, പിന്നെ പുഷപ്പ് ആണെങ്കിലും, പ്ലാഞ്ച് ആണെങ്കിലും, എന്താണെങ്കിലും നമ്മൾ മസിൽസിനെ ഒന്ന് റിലാക്സേഷൻ ചെയ്യണം. എന്നിട്ടേ നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കാല് നമ്മുടെ ആംഗിൾ ഒന്ന് ലെവൽ ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഫൂട്ടിനെ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് പൊക്കുക, തിരിക്കുക, റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഫൂട്ടിന് ഒരു റൊട്ടേഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് മുട്ട് ഇങ്ങനെ പൊക്കാം. ഹൈ നീസ് എന്ന് പറയും. ഇവിടെ ചെയ്യും, ഇങ്ങനെ പൊക്കിയാൽ മതി. ഹൈ നീസ്. ഈ പൊക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് ഇവിടെ ഒന്ന് മുട്ടുണ്ട്, കാലിൻ്റെ ഇവിടെ ഒന്ന് മുട്ടും. ആ ഒരു ലെവലിൽ നമ്മൾ വേണം പൊക്കാനായിട്ട്. ഓക്കെ, ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. പക്ഷെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കാണണം, സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറയാൻ പോയി, ഭയങ്കര ലൂസായിട്ട് ഒരു ബനിയനോ ഒരു ട്രൗസറോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് സൂട്ടോ അത് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ജീൻസും അല്ലെങ്കിൽ പാൻറ് അങ്ങനത്തെ ഒന്നും ഷർട്ടൊന്നും ഇട്ടിട്ട് ചെയ്യരുത്. നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തത് തിരിയുക. ഫുട്ട് തിരിക്കണ്ട, നമ്മൾ തിരിഞ്ഞാൽ മതി. ഓക്കെ, അത് അടുത്ത് നമുക്ക് ഷോൾഡർ എടുക്കാം. ഷോൾഡറിൻ്റെ അവിടെയൊക്കെ ശരിക്കും മസിൽസ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ അനങ്ങുന്നുണ്ടെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ മെയിൻ എക്സസൈസിലേക്ക് കിടക്കാനായിട്ട്. എന്നാലാണ് നമ്മൾ ഡയറ്റ് എടുക്കുന്നതിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു യൂസ് ഉണ്ടാവില്ല. നമ്മൾ ഡയറ്റ് എടുക്കും, നമ്മൾ സിമ്പിളായിട്ട് നടക്കും, ഡയറ്റ് എടുക്കും, സിമ്പിളായിട്ട് നടക്കും,
പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല, ശരീരത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കലോറി ബേൺ ഔട്ട് ചെയ്ത് പോകാനായിട്ട് ഒരു അവസരം ഉണ്ടാവില്ല. ഉള്ള ഫാറ്റ് അങ്ങനെ തന്നെ നിലനിൽക്കുക. അത് പറയും ഡയറ്റിങ് എടുത്തിട്ട് എനിക്ക് ഒരു മാറ്റമില്ല എന്ന് പറയും. മാറ്റില്ലെന്ന് പറയാൻ കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല. വർക്കൗട്ട് ചെയ്തിട്ട് ഡയറ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് ശരീരത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. എന്തായാലും മാറും. ഈ വയറൊക്കെ സിമ്പിളായിട്ട് വരും. ഇതൊക്കെ ഉള്ളിലേക്ക് പോയിരുന്ന വയറാണ്. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ കുറച്ച് നാൾ ലീവിന് പോകേണ്ടി വന്നപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു കയ്യബദ്ധങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ശരിയാക്കാം. അടുത്തത് റിസ്റ്റ്. ഒക്കെ റൊട്ടേറ്റ് ചെയ്യുക, ഒക്കെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് പറ്റുന്ന പോലെ കുറച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടുത്തെ ഈ മസിൽസൊക്കെ ഏകദേശം ഒരു ഹീറ്റ് ആവണ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തത് നെക്ക്, കഴുത്ത്. പിന്നെ മുകളിലേക്ക് കഴുത്തേക്ക്, മുകളിലേക്ക് നേരെ കഴുത്തേക്ക്, മുകളിലേക്ക് നേരെ കഴുത്തേക്ക്, അങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വാമപ്പ് എക്സസൈസുകൾ വരുന്നത്. പിന്നെ നമ്മുടെ ഇടുപ്പ് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ ചുറ്റുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ അനങ്ങണുണ്ടെന്ന് നമുക്കൊരു പിടുത്തം കിട്ടും. ഏതൊക്കെ ഭാഗങ്ങൾ അനങ്ങണെന്ന്, ഇപ്പോൾ എവിടെയൊക്കെ മസിൽസ് അനങ്ങുന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ആഴ്ചയിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എക്സസൈസുകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇതാണ് ഈ ആഴ്ചയിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ആഴ്ചയിൽ നമുക്ക് വേറെ ടൈപ്പ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇന്നലെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടായിരുന്നു 60 ടൈംസ്. അതായത് ഒരു മിനിറ്റിന്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ നോക്കിയായിരുന്നു. നമ്മൾ ഈ കാലിന്റെ ഫിംഗർ ഇല്ലേ, ഈ ഫിംഗർ നമ്മൾ നിലത്ത് മുട്ടിച്ച് വെക്കുക. ഇത് ഫിംഗർ മാത്രമേ നിലത്ത് ഇങ്ങനെ മുട്ടി നിൽക്കാൻ പാടുള്ളൂ. കാല് മുകളിലേക്ക് പൊങ്ങുക, താഴത്തേക്ക് പോവുക, മുകളിലേക്ക് പൊങ്ങുക, താഴത്തേക്ക് പോവുക. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ മുന്നിലേക്ക് ആയണ പോലെ തോന്നും. അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചെയർ ഫ്രണ്ടിലിടാം, ഫ്രണ്ടിൽ പിടിക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. ഇപ്പം നമ്മൾ 40 സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്നലെ അത് 10 തുടങ്ങിയത്. ഇന്ന് നമ്മൾ ഓരോ ദിവസം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ഡേ എനിക്ക് നല്ല എനർജിയാണ്, ഞാൻ ഉള്ള ഒരു 60 ടൈംസ് ഞാൻ അടിച്ചോളാം എന്നൊന്നും നമ്മൾ പറയണ്ട. നമ്മൾ തുടക്കത്തിൽ തന്നെ സ്റ്റെപ്പ് കൂട്ടി വേണം കൊണ്ടുവരാനായിട്ട്. ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ കാഫ് മസിൽസിനുള്ള എക്സസൈസാണ് നമ്മൾ ചെയ്തത്. അടുത്ത് നമ്മുടെ തൈ നോക്കാം. അപ്പോൾ ഇനി ഹൈ നീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 1, ഈ കൈ ഇവിടെ നിർത്താം, കാല് പൊക്കാം. 2 3 4 5 6 7 8 9 10 11 12 13 14 15 15. ഇന്നലെ നമ്മൾ 10 ചെയ്തത്, ഇന്ന് നമ്മൾ 15 സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 സെക്കൻഡ് നമുക്ക് റിലാക്സ് ചെയ്യാം.
കണ്ടിന്യൂസ് നമ്മൾ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾ കുറച്ച് റിലാക്സേഷൻ എടുക്കണം, എന്നിൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം ഓർക്കണം കേട്ടോ. അടുത്തത് നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് നിൽക്കുക. കൈ മുകളിലേക്ക് നോക്കാം, താഴ്ത്തി നേരെ നോക്കാം, താഴ്ത്തി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. നമ്മൾ സ്കൂളിൽ പണ്ടൊക്കെ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കുട്ടികൾ ചെയ്യുന്ന പോലെ ചെയ്യൂലേ, നമ്മളൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വാമപ്പ് എക്സസൈസാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്രെയിനിൻ്റെ സർക്കുലേഷനൊക്കെ വളരെയധികം ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് കിട്ടും. അപ്പം എന്ത് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും. അപ്പം അസംബ്ലിയിൽ അത് ചെയ്താലും ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവില്ല. അത് ആ ഒരു ഐഡിയ കൺസിഡറേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു എക്സസൈസ് സ്കൂളുകളിൽ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഒരു 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. ഇനി അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ ഫ്രീ ആയിട്ട് വയ്ക്കുക. കൈ ഫ്രീ ആയിട്ട് നിർത്തുക, വളരെ ഫ്രീ ആയിട്ട്.